ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി മീനോളം എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നോക്കാം. ജയപ്രകാശ് കുളൂർ മലയാളത്തിലെ പ്രശസ്ത നാടകകൃത്ത്, സംവിധായകൻ, നടൻ എന്നീ നിലകളിലും പ്രശസ്തൻ. 1952 കോഴിക്കോടിൽ ജനിച്ചു. വക്കാലത്ത് നാരായണൻകുട്ടി എന്ന സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്കുള്ള അരങ്ങേറ്റം. അന്നയും റസൂലും, പൊറിഞ്ചോ മറിയം ജോസഫ്, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ തുടങ്ങി 20ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി കുളൂരിയൻ നാടകക്കളരിയിൽ എന്ന പേരിൽ പഠന ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പ്രധാന കൃതികൾ വർത്തമാനം, നിയന്ത്രണം, ബൊമ്മക്കൊലു, ഭാഗ്യരേഖ, 18 നാടകങ്ങൾ, കുമാരവിലാപം തുടങ്ങിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി എൻഡോൾമെൻറ്റ് അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. ഇനി വായിക്കാം, കണ്ടെത്താം. കടലിൽ എന്താണെന്നതിന് അമ്മ പറയുന്ന മറുപടി എന്ത്? മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നതും കടലിൽ എന്ന് അമ്മമീൻ മറുപടി നൽകി. ഇതെല്ലാം കടലിലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിലും കടലാണെന്നും അറിയാം. ഉത്തരമില്ല കടലിന് ഉത്തരം തേടി നീ തന്നെ പോകണമെന്നും അമ്മ പറയുന്നു. താൻ കണ്ട മാനത്തെക്കുറിച്ച് കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നത് എന്തെല്ലാം? കടൽ മൊത്തം മൂടുന്നതാണ് മാനം, നമ്മളെല്ലാവരും ഇന്നേവരെ കാണാത്ത മാനം, മറ്റൊരു പഞ്ഞിക്കടൽ പാറിപ്പറക്കുന്ന മാനം, മിന്നും താരകം മീനുകളുള്ള മാനം. ഇത്തിരി നേരമേ അവിടെ കഴിയാൻ കഴിഞ്ഞുള്ളൂ, അപ്പോഴേക്ക് ശ്വാസം മുട്ടി. ഉള്ളതിന് ആഴമെന്ന പോൽ പരപ്പുമുണ്ടെന്നറിഞ്ഞു. ഇപ്രകാരമാണ് കുഞ്ഞുമീൻ പറഞ്ഞത്. ഇനി ചർച്ച ചെയ്യാം, എഴുതാം. ഉത്തരം തേടിയൊടുവിൽ നീ തേടി വന്നാലും നിന്നെയായി അമ്മ ഉമ്മ വയ്ക്കും, നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും. ഉത്തരം തേടി യാത്രയാകുന്ന കുഞ്ഞുമീനോട് അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഈ വാക്കുകൾ കുഞ്ഞുമീന് എപ്രകാരമാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അമ്മയുടെ ഈ വാക്കുകൾ കുഞ്ഞുമീന് വലിയ ആത്മവിശ്വാസം പകർന്നു നൽകി. വിജയം നേടിയാലും പരാജയപ്പെട്ടാലും അമ്മ തന്നെ സ്നേഹിക്കുമല്ലോ. മകൾ സ്വയം അന്വേഷണത്തിനിറങ്ങുകയാണ്. അമ്മയ്ക്ക് സന്തോഷം. അവളെ പരാജയപ്പെടാനുള്ള സാധ്യതയും അമ്മ മുൻകൂട്ടി കാണുന്നുണ്ട്. വിജയവും പരാജയവും അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. പരാജയത്തെക്കുറിച്ചുള്ള ആശങ്കയില്ലാതെ അന്വേഷണം തുടരാൻ അമ്മയ്ക്ക് വാക്കുകൾ കുഞ്ഞുമീനെ സഹായിച്ചു. പരാജയപ്പെട്ടാലും സാരമില്ല എന്ന ചിന്ത കുഞ്ഞുമീന് കൂടുതൽ ധൈര്യം നൽകി. അന്വേഷണത്തിൻ്റെ ഫലം എന്തായിരുന്നാലും അമ്മ തന്നെ കൈവിടില്ല എന്ന വിശ്വാസം അവൾക്ക് പ്രചോദനം നൽകി. അമ്മയുടെ പ്രോത്സാഹനവും അളവില്ലാത്ത സ്നേഹവുമാണ് നാം ഇവിടെ കാണുന്നത്. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാം. അറിവായ അറിവെല്ലാം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അമ്മേ. മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിൻ്റെ ഈ അഭിപ്രായത്തിനുള്ള പ്രസക്തി എന്ത്? നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക. അറിവിൻ്റെ ലോകം എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസ്ഫോടനത്തിൻ്റെ കാലമാണിത്. അതിവേഗത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ മാറ്റങ്ങൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓരോ നിമിഷവും മാറുന്ന ലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മളും നിരന്തരം മാറിക്കൊണ്ടിരിക്കണം. പുതിയ അറിവുകൾ തേടി മുന്നേറിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ. പലതിനെയും പിന്നിൽ ഉപേക്ഷിച്ച് പുതിയ അറിവുകൾ നേടിയെടുക്കണം. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നവരാണ് മുന്നിലെത്തുന്നത്. മാറാൻ കഴിയാത്തവർ പിന്തള്ളപ്പെടും. മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത് എന്ന തത്വം ഓർക്കുക. പുതിയ അറിവുകൾ സമ്പാദിച്ച് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകുന്നതാണ് കുഞ്ഞുമീൻ്റെ വാക്കുകൾ. വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കുഞ്ഞുമീൻ്റെ ഈ അഭിപ്രായത്തിന് ഏറെ പ്രശസ്തിയുണ്ട്. ഇനി വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം. ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞുമീൻ്റെ ചോദ്യത്തിന് വിവിധ കൂട്ടങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്താവാം അതിന് കാരണം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കടലിനെക്കുറിച്ചുള്ള കുഞ്ഞുമീൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അമ്മ പല മീനുകളോടും ചോദിച്ചു. ഓരോ മീനും നൽകിയ ഉത്തരം വ്യത്യസ്തമാണ്. കാരണം കടലിനെ ഓരോ മീനും മനസ്സിലാക്കിയിരിക്കുന്നത് വ്യത്യസ്തമായാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യം പോലെ തന്നെയാണ് കടലിനെക്കുറിച്ചുള്ള ചോദ്യവും. കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കില്ല. ഓരോരുത്തരും ലോകത്തെയും ജീവിതത്തെയും മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ട്. കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം ഉത്തരത്തിലും ഉണ്ടാകും. ഓരോരുത്തരുടെയും കാഴ്ചയിലെ കൂടൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഉത്തരത്തിലും മാറ്റങ്ങളുണ്ടാകാം. ജീവിതാന്വേഷണത്തിൽ ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഉത്തരം ഒന്നായിരിക്കും എന്ന സത്യമാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത്. നാം സ്വയം കണ്ടെത്തേണ്ടതാണ് നമ്മുടെ ഉത്തരം എന്നാണ് യാഥാർത്ഥ്യം.
എന്നതാണ് യാഥാർത്ഥ്യം. ഒരാളുടെ ഉത്തരം മറ്റൊരാളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തില്ല എന്ന് നാം തിരിച്ചറിയണം. ഇനി കഥാപാത്ര രൂപീകരണം എഴുതാം. ഈ നാടകത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? സവിശേഷതകൾ വിശദീകരിച്ച് കഥാപാത്ര രൂപീകരണം തയ്യാറാക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടത് കുഞ്ഞുമീനെയാണ്. കുഞ്ഞുമീൻ പുതിയ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവളാണ്. അതുകൊണ്ടാണ് അവൾ അമ്മയോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അമ്മയുടെ സംശയത്തിൽ അവർ തൃപ്തയാകുന്നില്ല. കുഞ്ഞുമീന് തൻ്റെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് സ്വയം അന്വേഷണത്തിനിറങ്ങുന്നത്. ആ അന്വേഷണത്തിലൂടെ പുതിയ ധാരാളം കാര്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നു. അന്വേഷണത്തിനായി ഇറങ്ങുമ്പോഴും അമ്മയെയും കൂടെ കൂട്ടാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം തിരികെ എത്തിയ അവൾ തൻ്റെ കണ്ടെത്തലുകൾ അമ്മയോട് പങ്കുവയ്ക്കുന്നതും നാടകത്തിലുണ്ട്. കുഞ്ഞുമീൻ എന്ന കഥാപാത്രം നമ്മെ എന്നും പ്രചോദിപ്പിക്കുന്നു. ഓരോ കുട്ടിയും കുഞ്ഞുമീനെ പോലെ ജിജ്ഞാസ ഉള്ളവരായിരിക്കണം. പുതിയ അറിവുകൾ നേടുകയും വേണം. പുതിയ പുതിയ ചോദ്യങ്ങളാണ് അറിവിലേക്കുള്ള വഴി തുറക്കുന്നത്. ഈ യാഥാർത്ഥ്യമാണ് കുഞ്ഞുമീൻ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി പദങ്ങൾ ചേർക്കാം, പിരിക്കാം. ഉത്തരം തേടിപ്പോയവർ പണ്ടും ഉണ്ടായിരുന്നുവെന്നും നെത്തോലിക്കൂട്ടം അവരാരും തിരിച്ചു വന്നില്ലെന്നും മുള്ളൻ ശ്രാപം. തിരിച്ചു വരുന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം. അവർക്ക് മിണ്ടാട്ടമില്ലെന്ന് തേമീനും ചെമ്മീനും. ഈ വാക്യങ്ങളിൽ അടിവരയിട്ട ചില പദങ്ങൾ മാറ്റി എഴുതി ഇരിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഉത്തരം നോക്കുക. തേടിപ്പോയവരോ പണ്ടും ഉണ്ടായിരുന്നു എന്ന് നെത്തോലിക്കൂട്ടം, അവരാരും തിരിച്ചു വന്നില്ല എന്നും മുള്ളമീനും ശ്രാവും. തിരിച്ചു വരുന്നവരെ കണ്ടവർ ഉണ്ട് എന്ന് തിരണ്ടി സംഘം, അവർക്ക് മിണ്ടാട്ടമില്ല എന്ന് നെയ്മീനും ചെമ്മീനും. പദങ്ങൾ പിരിച്ചെഴുതുമ്പോഴും ചേർത്തെഴുതുമ്പോഴും വാക്യങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചർച്ച ചെയ്യുക. എന്താണ്? പദങ്ങൾ ചേർത്തെഴുതുമ്പോഴാണ് ഭാഷയ്ക്ക് കൂടുതൽ ശക്തിയും സൗന്ദര്യവും ഉണ്ടാകുന്നത്. അർത്ഥവത്തായും ഉച്ചാരണ സൗകര്യത്തിനും ഇങ്ങനെ ചേർത്തുപയോഗിക്കുന്നതാണ് നല്ലത്. പിരിച്ചെഴുതുന്നത് തെറ്റാണെന്ന് അർത്ഥമില്ല. കൂടുതൽ ഉചിതം ചേർത്തെഴുതുന്നതാണ്. പാഠഭാഗത്ത് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പിരിച്ചെഴുതുക. അവർക്കിടയിൽ, അവർക്ക് ഇടയിൽ. ശ്രദ്ധിച്ചു നോക്കുന്നു. എന്താണമ്മേ? എന്താണ് അമ്മേ? ആർക്കാണമ്മേ? ആർക്കാണ് അമ്മേ? കാലമായിരിക്കില്ല, കാലം ആയിരിക്കില്ല. സംശയമാണ്. ഇനി സചിത്ര നിഘണ്ടു. കേരളത്തിലെ ചില പ്രമുഖ കലാരൂപങ്ങളായ കക്കാശ്ശേരിയുടെ നാടകം, ചവിട്ട് നാടകം, ഒപ്പന തുടങ്ങിയവയുടെ ചിത്രവും വിവരണവും പുസ്തകം പേജ് 78 നൽകിയിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ കലാരൂപങ്ങളെക്കുറിച്ച് ലഘുവിവരണം ഉൾപ്പെടുത്തി സചിത്ര നിഘണ്ടു തയ്യാറാക്കുക. അജ്ഞതെയ്യം. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന നർത്തന കല. ദേവീദേവന്മാരെയും യക്ഷഗന്ധർവാദികളെയും ഭൂതങ്ങളെയും നാഗങ്ങളെയും മൃതി അടഞ്ഞ കാരണവന്മാരെയും മൺമറഞ്ഞ വീരപരാക്രമികളെയും കോലസ്വരൂപമായി കൊട്ടിയടിച്ച് ആരാധിക്കുകയാണ് ഈ ഗ്രാമീണ കലയുടെ സവിശേഷത. ദൈവം എന്ന പദത്തിൻ്റെ തദ്ഭവ രൂപമാണ് തെയ്യം. മണ്ണാൻ, മലയൻ, മാവിലയൻ, ചെറുവൻ, ചിങ്കത്താൻ, വേലൻ, മുന്നാറ്റാൻ, അഞ്ഞൂറ്റാൻ, പുലയൻ, പരവർ തുടങ്ങിയ സമുദായക്കാരാണ് തെയ്യം കൊട്ടിയാടുന്നവർ. ഇനി മോഹിനിയാട്ടം നോക്കാം. കേരളത്തിൻ്റെ തനതായ നൃത്ത രീതിയാണ് മോഹിനിയാട്ടം. ചുവടുകളേക്കാൾ മുദ്രകൾക്കും മുഖാഭിനയത്തിനുമാണ് പ്രാധാന്യം. ഭരതനാട്യവും ബന്ധമുണ്ട് എങ്കിലും മോഹിനിയാട്ടത്തിൽ ലാസ്യഭാവമാണ് പ്രാധാന്യം. നങ്ങ്യാർകൂത്ത്, കൂടിയാട്ടം, കഥകളി എന്നിവയുമായി ബന്ധമുള്ള ഉടുത്തുകൊട്ടാണ് മോഹിനിയാട്ടത്തിൻ്റേത്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, കലാമണ്ഡലം സത്യഭാമ, കലാമണ്ഡലം ക്ഷേമാവതി തുടങ്ങിയവർ ഈ രംഗത്തെ പ്രശസ്ത കലാകാരികളാണ്. ഇനി ചാക്യാർകൂത്ത് നോക്കാം. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ദൃശ്യ കലാരൂപമാണ്. ആണ് കേട്ടോ. ഓക്കെ. ദൃശ്യ കലാരൂപമാണ് ചാക്യാർകൂത്ത്. ചാക്യാന്മാരെ ആണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചാക്യാർകൂത്ത് എന്ന പേരിൽ വന്നത്. ഈ കലാരൂപത്തിൽ ഒരു കലാകാരൻ മാത്രമേ രംഗത്ത് പ്രത്യക്ഷപ്പെടാവൂ. മിഴാവ്, കുഴിനാളം എന്നീ വാദ്യങ്ങളാണ് പശ്ചാത്തലമായിട്ടുണ്ടാവുക. കൂത്തമ്പലങ്ങളിൽ മാത്രമാണ് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചിട്ടുള്ളൂ. കൂത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം നൃത്തം ആണേ എന്നതാണ്. ഇതിഹാസ പുരാണ കഥകളാണ് ചാക്യാർകൂത്തിന് വിഷയം. ഹാസ്യം കലർന്ന രൂപത്തിൽ സമീപകാല സംഭവങ്ങളെയും സാമൂഹ്യ ചുറ്റുപാടുകളെയും കൂത്ത് വളർത്തുമ്പോൾ ചാക്യാർ പ്രതിപാദിക്കും. ഇവിടെ നാക്കണം. ഇത് ഞാൻ അതുപോലെ ദൃശ്യാണ്. ആക്കണം കേട്ടോ. ഇനി 8 അരങ്ങിൽ തിളങ്ങുക. മീനോളം നാടകം എന്ന നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. തുടർന്ന് ആവശ്യമായ അരങ്ങ് സാമഗ്രികൾ ഒരുക്കി കൂടുതൽ തയ്യാറെടുപ്പോടെ വിദ്യാരംഗ കലാവേദിയുടെ പരിപാടിയിൽ അവതരിപ്പിക്കുക. സംഘചർച്ച, അഭിനേതാക്കളെ കണ്ടെത്തൽ, നാടക പരിശീലനം, പിന്നാണി, പശ്ചാത്തല സംഗീതം ഒരുക്കൽ, നാടകാവതരണം എന്നൊക്കെ നോക്കാം. ഇനി ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ്, പോസ്റ്റർ എന്നിവ തയ്യാറാക്കാം. അപ്പോൾ നാടകാവതരണം പോസ്റ്ററാണ്, നോട്ടീസാണ് ഇവിടെ തന്നിരിക്കുന്നത്. നാടകാവതരണം മാന്യരെ രംഗം സാഹിത്യ മഹാമാധ്യമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മെയ്തിൽ ഗവൺമെൻറ് UP സ്കൂൾ വാർഷിക ദിനത്തിൽ
ജയപ്രകാശ് കൂളൂരിൻ്റെ മീനോളം എന്ന നാടകം അവതരിപ്പിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഈ നാടകത്തിൽ കഥാപാത്രങ്ങളായി രംഗത്ത് വരുന്നത്. കലാധ്യാപകനായ മഹേഷ് മോലൂരിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ തന്നെയാണ് രംഗ സംവിധാനവും പശ്ചാത്തല സംഗീതവും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. നാടകം കാണാനും കൊച്ചു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും ഏവരെയും ക്ഷണിക്കുന്നു. ഇനി മേതിൽ നേരിട്ട് സാഹിത്യ സമാജം സെക്രട്ടറി, സാഹിത്യ ക്ലബ്ബ് നേതാവ്. ഇനി പോസ്റ്റർ എന്നാണ് രംഗം സാഹിത്യ സമാജം അവതരിപ്പിക്കുന്നു. ജയപ്രകാശ് കൂളൂരിൻ്റെ മീനോളം കുട്ടികളുടെ നാടകം, സംവിധാനം, വേദി എന്നൊക്കെ എഴുതാം. ഇനി ചുമർ പത്രിക ഡിജിറ്റൽ മാഗസീനാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ നാടൻ ദൃശ്യകലകൾ, ചിത്രകല എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ചുമർ പത്രിക തയ്യാറാക്കാം. അതോടൊപ്പം സ്കൂൾ വിക്കിയിലേക്ക് ഡിജിറ്റൽ മാഗസീൻ തയ്യാറാക്കുമ്പോൾ ചുമർ പത്രിക തയ്യാറാക്കുമ്പോൾ തയ്യാറാക്കുമ്പോൾ കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കേരളത്തിലെ നാടൻ ദൃശ്യകലകളെ തെയ്യം, തിറ, കാക്കാശ്ശേരി നാടകം, പടയണ്, ഒപ്പന, ചവിട്ടുനാടകം തുടങ്ങിയ കലാരൂപങ്ങളെക്കുറിച്ച്, ചിത്രകലകളെക്കുറിച്ചൊക്കെ ഒരു കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ കൗതുകകരമായ വിവരങ്ങളും ശേഖരിക്കാം. പിന്നെ വലിയ ചാർട്ട് പേപ്പറിൽ ചിത്രങ്ങൾ ഒട്ടിച്ച് കുറിപ്പുകൾ ചേർത്ത് ചുമർ പത്രിക തയ്യാറാക്കാം. ഓരോ ഗ്രൂപ്പും തയ്യാറാക്കിയ ചുമർ പത്രിക ക്ലാസ്സിലെ സൈഡ് ബോർഡിൽ പ്രദർശിപ്പിക്കാം. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ മാഗസീൻ നിങ്ങളെ നോക്കുക കേട്ടോ. ഇനി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജനപ്രിയ വരികളാണ് പാഠപുസ്തകത്തിലെ പേജ് 79-80 കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നോക്കൂ. ചിത്രകലയിലെ മഹാപ്രതിഭ, വര, ഛായാചിത്രം, ശില്പകല എന്നിവയിൽ ശ്രദ്ധേയം. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ. ജീവചരിത്രക്കുറിപ്പ് ഡിജിറ്റലായി തയ്യാറാക്കുമ്പോൾ നമ്പൂതിരി വരച്ച ചിത്രങ്ങളും ഉൾപ്പെടുത്തുമല്ലോ. എന്നാൽ നമ്പൂതിരി ഇന്ത്യയിലെ മികച്ച ചിത്രകാരനാണ് നമ്പൂതിരി. 1925 സെപ്റ്റംബർ 13 പൊന്നാനിയിൽ ജനിച്ചു. വാസുദേവ നമ്പൂതിരി എന്ന മുഴുവൻ പേര്. മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ റായ് ചൗധരി, KCS പണിക്കർ തുടങ്ങിയ പ്രശസ്തരുടെ കീഴിൽ ചിത്രകലാ പഠനം നടത്തി. മാതൃഭൂമി, കലാകൗമുദി എന്നിവിടങ്ങളിൽ ചിത്രകാരനായിട്ടുണ്ട്. രേഖാചിത്രണം, പെയിൻറിങ് എന്നിവയ്ക്ക് പുറമെ ശില്പകലയിലും പ്രശസ്തൻ. മണ്ണിലും മരത്തിലും ശിലയിലും ലോഹത്തിനും ഒരുപോലെ സ്വാധീനം. കലാമണ്ഡലത്തിന് വേണ്ടി ഫൈബർ ഗ്ലാസിൽ ചെയ്ത കഥകളി ശില്പങ്ങളും ചെമ്പുപലകങ്ങളിൽ മഹാഭാരത പുനരവതരിപ്പിച്ചുകൊണ്ടുള്ള ലോഹഭാരതം പരമ്പരയും നമ്പൂതിരിയുടെ പ്രമുഖ ശില്പങ്ങളാണ്. മലയാളത്തിലെ ഇക്കാലത്തെ മികച്ച ചലച്ചിത്രകാരന്മാരായ അരവിന്ദൻ, പത്മരാജൻ എന്നിവരോടൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമിയുടെയും ചെയർമാനായി അനുഷ്ഠിച്ചിട്ടുണ്ട്. വരയ്ക്കൊപ്പം വാക്കും ചേർന്ന് ഇദ്ദേഹം രചിച്ച ആത്മകഥയാണ് രേഖകൾ. 2023 ജൂലൈ 7 97 വയസ്സിൽ അന്തരിച്ചു. ഓക്കെ, ഈ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഡിജിറ്റൽ മാഗസീൻ തയ്യാറാക്കുന്ന വിധം അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നിങ്ങൾ കേരളത്തിലെ നാടൻ ദൃശ്യകലകൾ, ചിത്രകലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വിവരങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് ശേഖരിക്കാം. ഇനി അതിനുശേഷം ഉള്ളടക്കം കൊടുക്കുക. പിന്നെ അതിൻ്റെ സൈസൊക്കെ ശരിയാക്കി റെഡിയാക്കുക കമ്പ്യൂട്ടറിൽ. പിന്നെ ചിത്രങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം. പിന്നെ ക്രോപ്പ് ചെയ്ത് നല്ല രീതിയിൽ ചിത്രങ്ങൾ അവതരിപ്പിക്കാം. പിന്നെ പേജുകളൊക്കെ നല്ല സ്റ്റൈലായിട്ട് അവതരിപ്പിക്കാം. ഓക്കെ, അങ്ങനെ അടിച്ചുതരാം. അത് ഇവിടെ തന്നിട്ടില്ല കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.